ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു അറസ്റ്റിൽ. ഷീജ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷീജ, എന്തായാലും മറ്റൊരു നിർണായക നീക്കത്തിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങളൊക്കെ ആരാഞ്ഞിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏതായാലും ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള നിർണായകമായിട്ടുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാസുവിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ശേഖരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നാണ് ഇത് സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ കേസിലെ 5ാമത്തെ അറസ്റ്റാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ 5ാമത്തെ അറസ്റ്റാണ്. കഴിഞ്ഞ ദിവസം 4 പേരുടെ അറസ്റ്റിന് ശേഷമാണ് എൻ വാസുവിന്റെ ചോദ്യം ചെയ്യലടക്കം മൊഴിയെടുക്കലടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ മൊഴിയെടുത്തതിനു ശേഷം മൊഴിയിൽ പ്രധാനമായും ഒരു കത്തിടപാടുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമെയിൽ അയച്ചതുമായി ബന്ധപ്പെട്ടുള്ളതിൽ കൂടുതൽ വിവരങ്ങൾ ആരായുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. ആ വിവരങ്ങൾ ആരാഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിൽ കൂടുതൽ തെളിവുകൾ എൻ വാസുവിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ എൻ വാസു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ക്രൈംബ്രാഞ്ച് ഈഞ്ചക്കിലുള്ള ഓഫീസിലാണ് എൻ വാസു ഉള്ളത്. ഇന്ന് തന്നെ എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഓരോ ഘട്ടത്തിലും ഓരോ പ്രതികളുമായി ബന്ധപ്പെടുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിനുശേഷം ഈ പ്രതിപട്ടികയിലുള്ളവർക്ക് പുറമെ മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളത് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരിൽ നിന്നും മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായത്. ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള മൊഴി ശേഖരിച്ചതിന്റെയും കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് വാസുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. തീർച്ചയായും ഷീജ, എന്തായാലും ഇവരെയൊക്കെ ഇനി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പറയുന്നത് പോലെ തന്നെ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബു അതുപോലെ തന്നെ സുധീഷ് ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പം ഇവരുടെയൊക്കെ കസ്റ്റഡി കാലാവധി കഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ബുധനാഴ്ചയാണ് സുധീഷിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. എന്തായാലും അതിന് മുൻപ് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്, തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിലേക്കൊക്കെയല്ലേ ഇനി അടുത്ത നീക്കങ്ങൾ പോകുന്നത്? ഏതായാലും സ്വാഭാവികമായും ഇത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധീഷ് ഈ പറയുന്നത് പോലെ തന്നെ ദേവസ്വം ബോർഡ് അതായത് ഈ SITയുടെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സുധീഷ് കുമാർ ദേവസ്വം കമ്മീഷണർ ആയിരിക്കുമ്പോൾ എൻ വാസുവിന്റെ PA കൂടിയായിരുന്നു. ഈ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അതോടൊപ്പം തന്നെ എൻ വാസു പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന മൊഴി, ഈ 2 കാര്യങ്ങളും ഒത്തുനോക്കിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ തെളിവുകൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായാലും എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുന്നതായിരിക്കും. അതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ വാസുവിനെ കോടതിയിൽ ഹാജരാക്കാനാണ്, ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ്, അതായത് റാന്നിയിൽ എത്തിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകുമോ എന്നത്
എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും കസ്റ്റഡി ലഭിച്ചാലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് ആവശ്യമാണെങ്കിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതും അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും. നിലവിൽ ഏതായാലും ഈ അറസ്റ്റ് രേഖപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ വാസുവിനെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഏതായാലും കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകുമോ എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും. സ്വാഭാവികമായും ഈ കൂടുതൽ ചോദ്യം ചെയ്യലിന് വാസുവിനെ വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു അറസ്റ്റും അതിന്റെ തുടർ നടപടികളിലേക്കും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ശരി, എസ് ഷീജയാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കട്ടിളപ്പാളി കേസിൽ 3ാം പ്രതിയാണ് എൻ വാസു. നേരത്തെ SIT സംഘം അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്ത് വിട്ടയച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു.